എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് 10th മാത്സിലെ പോളിനോമിയൽ ആൻഡ് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററാണ്. അതിലെ പേജ് നമ്പർ 202 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തതാണ്. അതിലത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു മട്ടത്രികോണത്തിൻ്റെ ഒരു വശത്തിൻ്റെ 2 മടങ്ങിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ കുറച്ചതാണ് അതിലെ ലംബമായ വശം അഥവാ പെർപെൻഡിക്കുലർ സൈഡ്. 2 മടങ്ങിനോട് 1 സെൻറ്റിമീറ്റർ കൂട്ടിയതാണ് അതിൻ്റെ കർണം. വശങ്ങളുടെ നീളം എന്താണ്? അതായത് നിങ്ങൾ ടെക്സ്റ്റ് ഒന്ന് എടുത്ത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക കേട്ടോ. അപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ആ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് ഒരു വശം പെർപെൻഡിക്കുലർ സൈഡ് അഥവാ ലംബവശങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ 2 സൈഡിന് വേണം എന്ത് ലംബവശം അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ സൈഡ് എന്ന് പറയുന്നത്. അത് ഒരു വശം എക്സ് ആക്കി എടുത്താൽ ഇതിൻ്റെ 2 മടങ്ങിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ കുറച്ചതാണെന്നാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെ എഴുതാം? 2x - 1. അപ്പോൾ ഈ വശം എന്ന് പറയുന്നത് ഈ സൈഡ് എന്ന് പറയുന്നത് 2x - 1 എന്നാണ്. അപ്പോൾ ഇനി അതിൻ്റെ ഹൈപ്പോട്ടിനസ് അഥവാ കർണം എന്ന് പറയുന്നത് 2 മടങ്ങിനോട് 1 കൂട്ടിയതാണെന്ന്. അപ്പോൾ 2x + 1. അപ്പോൾ എല്ലാ സൈഡും നമുക്കൊന്ന് എക്സ് വെച്ച് പറയുമ്പോൾ ഇത് അതായത് ബേസ് എന്ന് പറയുന്നത് എക്സ് ആണ്. അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 2x - 1. പിന്നെ അതിൻ്റെ ഹൈപ്പോട്ടിനസ് അഥവാ കർണം എന്ന് പറയുന്നത് 2x + 1. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ പൈതഗോറസ് ഇക്വേഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഹൈപ്പോട്ടനസ് സ്ക്വയർ എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് എന്താണ്? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതിനെ നിങ്ങൾ ചുരുക്കി എഴുതുകയാണെങ്കിൽ AC സ്ക്വയർ സമം എന്താണ്? BC സ്ക്വയർ പ്ലസ് AB സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ എല്ലാ വശങ്ങളും എക്സ് ആക്കി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അതിലേക്ക് കൊടുക്കാം. അതായത് ACക്ക് പകരം 2x + 1 2x + 1 സ്ക്വയർ സമം BCക്ക് പകരം x സ്ക്വയർ പ്ലസ് ABക്ക് പകരം 2x - 1 2x + 1 സ്ക്വയർ A + B സ്ക്വയർ എന്നുള്ള ഫോമിലാണ് ഇത് കിടക്കുന്നത്. അതിനെ മാറ്റി എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? A സ്ക്വയർ പ്ലസ് 2AB 2 × A × B പ്ലസ് B സ്ക്വയർ. അപ്പോൾ ഈ ഫോമിലേക്ക് ഇതിലേക്ക് നമ്മൾ ഇതിനെ ഒന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ 2x + 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ വരിക? 2x + 1 സ്ക്വയറിന് മാത്രം എടുത്തിട്ട് ചെയ്യണ്ടേ. 2 × 2 4 4 × x 4x സ്ക്വയർ പിന്നെ 2 × 2 4 4 × x പ്ലസ് 4x 1 സ്ക്വയർ 1 സ്ക്വയർ. പിന്നെ ഇനി എക്സ് സ്ക്വയർ അതുപോലെ തന്നെ എഴുതാം. ഇനി 2x - 1 ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. 2x - 1 ഇത് A - B സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. അപ്പോൾ ഇവിടെ A - B സ്ക്വയർ. അപ്പോൾ എന്ത് വരും? A സ്ക്വയർ - 2AB + B സ്ക്വയർ. അപ്പോൾ ഇതിനെ മാറ്റി എഴുതുമ്പോൾ 4x സ്ക്വയർ 2 × 2 4 - 4x + 1. ഇനി ഇക്വേഷനിലേക്ക് ഇത് കൊടുക്കുകയാണ് കേട്ടോ. അതായത് ഇതിനൊന്ന് രണ്ടും പാടെ ഒരുമിച്ച് എഴുതാൻ പോകണേ. അപ്പോൾ 4x സ്ക്വയർ പ്ലസ് 4x + 1 4x സ്ക്വയർ പ്ലസ് 4x + 1 = x സ്ക്വയർ പ്ലസ് ഇതിനെ എക്സ്പാൻഡ് ചെയ്തതാണ് ഇത്. അപ്പോൾ ഇത് ഇങ്ങോട്ട് എഴുതാം. 4x സ്ക്വയർ - 4x + 1. ഇനി ഇതാ സമത്തിന് പുറത്ത് ഒരേ സൈനിൽ വരികയാണെങ്കിൽ നമുക്കതിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇവിടെ 4x സ്ക്വയർ ഇവിടെ 4x സ്ക്വയർ. അതായത് ഇതാ ഇവിടെ ഇങ്ങനെ = ഉണ്ട്. അപ്പം 4x സ്ക്വയർ 4x ഒരേ സൈനാണെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിതിനെ ഇവിടുന്ന് x സ്ക്വയർ എടുക്കാം. ഇവിടെ ഒരു x സ്ക്വയർ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു -4x ഉണ്ട്. പിന്നെ ഇവിടെ ഒരു +1 ഇവിടെ ഒരു +1 ഒരേ സൈനാണ്. അപ്പോൾ അതിനെ ക്യാൻസൽ ചെയ്തു. പിന്നെ ഇവിടെ ഒരു +4x ആണ്. ഇതിനെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ -4x. അപ്പോൾ x സ്ക്വയർ -4x അപ്പോൾ എന്താ? -8x. ഇതിൽ x രണ്ടിനും ഉണ്ട്, കോമൺ ആണ്. നമ്മൾ എക്സിനെ പുറത്തെടുത്താൽ ഈ എക്സിൽ നിന്ന് ഒരു എക്സ് എടുത്താൽ x -8x ഒരു എക്സ് ഇങ്ങോട്ട് 8. അപ്പോൾ x
എക്സ് മൈനസ് 8 സമം 0. അപ്പോൾ എക്സിന് ഇവിടെ ഏതൊക്കെ വാല്യൂ വരാം? എക്സ് ഈസ് ഇക്വൽ ടു 0 വരാം, എക്സ് ഈസ് ഇക്വൽ ടു പ്ലസ് 8 മൈനസ് 8 അല്ലേ, അപ്പോൾ പ്ലസ് 8 വരാം. അപ്പോൾ നമ്മളിവിടെ എക്സ് ഈസ് ഇക്വൽ ടു 8, അതായത് നമുക്ക് ബി സി പറഞ്ഞിട്ട് നമ്മൾ എക്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു സൈഡ് നമുക്ക് എന്ത് കിട്ടി? എക്സ് 8 സെൻറ്റിമീറ്ററിന് കിട്ടി. അപ്പോൾ ഇവിടെ 8 സെൻറ്റിമീറ്റർ. പിന്നെ ഇത് 2x മൈനസ് 1, അതായത് എ ബി കാണണമെങ്കിൽ ബി സി സിക്വൽ ടു 8, എ ബി സിക്വൽ ടു 2x മൈനസ് 1 ആണ്. അപ്പോൾ 2 × 8 16, 16 മൈനസ് 1, 16 മൈനസ് 1 സമം 15. ഇനി ബി സി സിക്വൽ ടു ബി സി നമ്മൾ ബി സി അല്ല, എ സി സിക്വൽ ടു 2x പ്ലസ് 1, അതായത് 16 പ്ലസ് 1, അപ്പോൾ 17. അപ്പോൾ ഇതിൻ്റെ സൈഡ്സ് എന്തൊക്കെ വരിക? 8, 15, 17 ഇതാണ്. അപ്പോൾ അടുത്തത് ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൺസെക്റ്റീവ് നാച്ചുറൽ നമ്പേഴ്സ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കൺസെക്റ്റീവ് നാച്ചുറൽ നമ്പേഴ്സ് എത്ര കൂട്ടിയാലാണ് അടുത്തടുത്ത കൺസെക്റ്റീവ് നമ്പേഴ്സ് അഥവാ അടുത്തടുത്ത എണ്ണസംഖ്യകൾ എത്ര എണ്ണം കൂട്ടിയാലാണ് നമുക്ക് 300 കിട്ടുക? അതായത് നമ്മൾ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എഴുതി ഇങ്ങനെ പോയിട്ട് എത്ര എണ്ണം എഴുതിയാലാണ് നമുക്ക് ഇവിടെ നിന്ന് എല്ലാം കൂടി സമ്മ് 300 കിട്ടുക എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അടുത്തടുത്ത നാച്ചുറൽ നമ്പേഴ്സിൻ്റെ, അതായത് കൺസെക്റ്റീവ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കാണുന്ന ഇക്വേഷൻ എന്താണ്? n × n + 1/2 നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ. അതാണ് ഇവിടെ 300 തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിക്ക് ഇത് കൊടുക്കാം കേട്ടോ, 300 സമം 300. അപ്പോൾ ഇതിനെ ഒന്ന് നോക്കുമ്പോൾ ഇത് ബൈ 2 ആണ്, ഇതിവിടെ സമമുണ്ട്. അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇത് ഇൻറ്റു ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് n × n + 1 സമം നമുക്ക് 300 × 2 600. ഇനി ഇതിനൊന്ന് ഇതാക്കാം, എക്സ്പാൻഡ് ചെയ്യാം. n × n n², n × 1 n എഴുതണ്ട, n എഴുതാം, സമം 600. അപ്പോൾ നമുക്ക് n² പ്ലസ് n മൈനസ് ഇത് ഇങ്ങോട്ട് വരുമ്പോൾ -600 സമം 0. നമുക്കിവിടെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എത്ര നമ്പേഴ്സ് കൂട്ടിയാലാണ് അടുത്തടുത്ത് എത്ര നമ്പേഴ്സ് കൂട്ടിയാലാണ് 300, അതിൻ്റെ സമ്മ് 300 മാറാൻ നോക്കാം. അപ്പോൾ ഇതിനർത്ഥം a × b ഈസ് ഇക്വൽ ടു -600, a + b നമുക്ക് 1 കിട്ടണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷനിലേക്ക് പോവാം. a - b ഹോൾ സ്ക്വയർ സമം a + b ഹോൾ സ്ക്വയർ മൈനസ് 4ab. അപ്പോൾ a + b എന്ന് പറഞ്ഞിട്ട് a + b 1, അപ്പോൾ 1² മൈനസ് 4 × ab, ab എന്ന് പറഞ്ഞിട്ട് -600 ഇൻറ്റു -600. ഇനി 1 സ്ക്വയർ a - b ഹോൾ സ്ക്വയർ = 1 സ്ക്വയർ 1, 6 × 4 24, ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ്, അപ്പോൾ ഇവിടെ പ്ലസ്സായി 6 × 4 24, അപ്പോൾ 24 2 0. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ a - b ഹോൾ സ്ക്വയർ സമം, അപ്പോൾ a - b ഇക്വൽ ടു ഇതിനെ സ്ക്വയർ മാറ്റാൻ റൂട്ടിലേക്ക് കൊടുക്കുക, 2 1. ഇതിൻ്റെ റൂട്ട് എടുത്താൽ 49. a - b ഇക്വൽ ടു 49. a + b എന്ന് പറഞ്ഞിട്ട് 1 എഴുതിയിട്ടുണ്ട് ആദ്യം. അപ്പോൾ നമുക്ക് അത് ഇങ്ങോട്ട് എടുക്കാം. a + b ഇക്വൽ ടു 1. ഈ രണ്ട് ഇക്വേഷനുകളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. a + a 2a + -b ക്യാൻസലായി പോവും, സമം 50. 49 + 1 50. 2a സമം 50. അപ്പോൾ a സമം 50/2 സമം 25.
ഇനി ഏതെങ്കിലും ഒരു ഇക്വേഷന് കൊടുക്കാം എ പ്ലസ് ബി ഈക്വൽ ടു 1. ഇതിൽ എയുടെ വാല്യൂ ഇവിടെ കൊടുക്കാം 25 പ്ലസ് ബി കണ്ടുപിടിക്കാൻ ബി ഈക്വൽ ടു 1. ബി ഈക്വൽ ടു ആദ്യം ഈ നമ്പർ എടുക്കുക 1 മൈനസ് 25. അപ്പോൾ നമുക്ക് 25-ന് 1 കുറച്ചാൽ 24. വലിയ സംഖ്യയുടെ സൈന് മൈനസ് ഉത്തരത്തിലും മൈനസ് 24. എ ഈക്വൽ ടു 25. എ ഈക്വൽ ടു 25. ബി ഈക്വൽ ടു മൈനസ് 24. ഇത് നമ്മൾ എന്നിലേക്ക് കൊടുക്കുമ്പോൾ n പ്ലസ് 25 n മൈനസ് 24. അപ്പം n പ്ലസ് 25 സമം 0 എന്നും n മൈനസ് 24 സമം 0 എന്നും എഴുതാം. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്താ വരിക? n ഈക്വൽ ടു n പ്ലസ് 25 സമം 0 n മൈനസ് 4 സമം 0. n ഈക്വൽ ടു പ്ലസ് 25 ആണ്. അപ്പോൾ അത് മൈനസ് 25. n ഈക്വൽ ടു മൈനസ് 24. അപ്പോൾ പ്ലസ് 24. ഇത് അടുത്തടുത്ത എണ്ണസംഖ്യ കൂട്ടിയാലാണ്, എത്ര എണ്ണസംഖ്യ കൂട്ടിയാലാണ് 300 കിട്ടുക. അപ്പോൾ നെഗറ്റീവ് നമ്പർ എടുക്കാൻ പാടില്ല. അപ്പോൾ n ഈക്വൽ ടു 24. അടുത്തടുത്ത 24 നമ്പർ, അതായത് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് ഇങ്ങനെ പോയി പ്ലസ് 24 വരെ കൂട്ടിയാൽ നമുക്ക് അതിൻ്റെ സമ്മ് 300 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ 24. അടുത്തടുത്ത എണ്ണസംഖ്യകൾ എന്നുള്ളത് എത്ര എണ്ണസംഖ്യകൾ, അതായത് കൺസെപ്റ്റീവ് നാച്ചുറൽ നമ്പേഴ്സ് എത്ര എണ്ണമാണോ ചോദിച്ചത്. അപ്പോൾ നമ്പർ ഈക്വൽ ടു 24 നമ്പർ കൂട്ടിയാൽ നമുക്ക് 300 കിട്ടും. അപ്പോൾ ഇതോടുകൂടി ഈ ക്ലാസ് ഇവിടെ തീരുന്നതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാണ്ട്, അത് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.